സുഭാഷിതം. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. For thus says the Lord of God, the Holy One of Israel, in returning and rest you shall be saved. In quietness and confidence shall be your strength. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ് വായിച്ചത്. ഈ വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം 30-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിന്റെ ആത്മാവിനെ കീഴ്പ്പെടാതെ, ന്യായപ്രമാണവും ദൈവവചനവും അനുസരിക്കാതെ, മത്സര ബുദ്ധികളായി ഹൃദയം കഠിനപ്പെടുത്തി വീണ്ടും മിസ്രൈമിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന യഹൂദ ജനത്തെ നോക്കിയാണ് യെശയ്യാവ് പ്രവചിക്കുന്നത്. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവം അരുളി ചെയ്യുന്ന ഓരോ വാക്കുകളും ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ്. നാം വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മടങ്ങി വരവിലും വിശ്രമത്തിലും നിങ്ങൾ രക്ഷിക്കപ്പെടും. നിശബ്ദതയും ആത്മവിശ്വാസവും നിങ്ങളുടെ ശക്തിയായിരിക്കും. മനം തിരിയുക അല്ലെങ്കിൽ മടങ്ങി വരിക എന്ന് പറയുന്നത് മാനസാന്തര അനുഭവമാണെന്ന് നമുക്കറിയാം. മാനസാന്തരം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലുള്ള ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാനശക്തി, സ്വഭാവ രൂപവൽക്കരണം എന്നിവയുടെ ആസ്ഥാനമായ ഹൃദയാന്തർഭാഗത്തുണ്ടാകുന്ന രൂപാന്തരത്തെയാണ് അർത്ഥമാക്കുന്നത്. അതായത് നാം പോകുന്ന പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മടങ്ങിവരവ്. എവിടേക്കാണ് മടങ്ങി വരേണ്ടതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 വായിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ നാമം ഏതാണെന്ന് പൗലോസ് റോമർ 10:9 വിവരിച്ചിരിക്കുന്നു. യേശുവിനെ കർത്താവെന്ന വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നാം ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ആവസിക്കുകയും നാം ദൈവത്തിന്റെ മക്കളായി തീരുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ശാന്തമാക്കിക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് ശക്തി പകരപ്പെടുന്നു. ഈ വിശ്വാസവും ശാന്തതയും ജീവിതത്തിന്റെ ഏത് വെല്ലുവിളികളെയും നേരിടുവാനും ബുദ്ധിമുട്ടുകളെയും അനിശ്ചിതത്തിന്റെയും സമയങ്ങളിൽ അവ നമ്മെ നിലനിർത്തുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ബലമില്ല, ശക്തിയില്ല, ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല എന്ന്? അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ആശ്രയിക്കുക, സമാധാനമായി ശാന്തതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രയത്നങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിലേക്ക് ആശ്രയം വർദ്ധിപ്പിക്കുക. ജീവിതത്തിന്റെ ആശങ്കകളും ഭയവും ഭാരവും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട് ശാന്തമായി വിശ്രമിക്കുവാൻ മനം തിരിയുക. അതിന്റെ അർത്ഥം എന്താണെന്നോ? നമ്മുടെ രക്ഷിതാവും പരമാധികാരിയുമായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കുന്നു എന്നാകുന്നു. ദൈവത്തിൽ അധികമായി ആശ്രയിച്ച് സമാധാനം കണ്ടെത്തി ദൈവത്തിൽ ബലവും ശക്തിയും വർദ്ധിപ്പിച്ച് ജീവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Goodbye.